ഹലോ, ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ചിക്കൻ മന്തി. മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മന്തി വേണമെന്ന് പറഞ്ഞു. ബസ്മതി റൈസ് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ കയ്യിൽ മന്തി റൈസ് ഇല്ലായിരുന്നു. ആദ്യം തന്നെ നമുക്ക് അരി വേവിക്കാൻ വെക്കാം. നമുക്ക് വെള്ളം ചൂടായി വരുമ്പോൾ കുറച്ച് ഗോൾഡ് വിന്നറോ സൺഫ്ലവറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ച് കൊടുക്കാം. അരികൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. അരി കുറച്ച് വേവാകുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കൂടെ നോക്കണേ. രാവിലെ അപ്പമായിരുന്നേ. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ വൈറ്റ് കിച്ചൺ എങ്ങനെ ബ്ലാക്ക് കിച്ചണായെന്ന്. ഇതെൻ്റെ സെക്കൻഡ് കിച്ചണാണ് കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു. അപ്പോഴേക്കും തന്നെ നമ്മുടെ ചോറായിട്ടുണ്ട്. പകുതി വേവായാൽ മതിയേ. തലേ ദിവസത്തെ ബീഫ് കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പോകുമല്ലോ. ചിക്കൻ സെറ്റായേ. ഇന്നലെ രാത്രി തന്നെ ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഒരു സവാള ചോപ്പ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മന്തി മസാല ഇട്ട് കൊടുത്തു. പറയാൻ വിട്ടുപോയേ, ചിക്കൻ മസാല പുരട്ടി വെച്ചപ്പോൾ അതിനകത്ത് ഞാനൊരു മാഗി ക്യൂബ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടുക. അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പകുതി വേവായ ചിക്കനിലേക്ക് ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഒതൻറ്റിക് മന്തി അല്ലെങ്കിലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 ഐറ്റം കൂടി ആഡ് ചെയ്യാം. 2-3 പച്ചമുളക് വെച്ച് കൊടുക്കാം. ഇനി ഒരു ചാർക്കോൾ കത്തിച്ച് റൈസിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് 15 മിനിറ്റത്തേക്ക് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ മന്തി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് മക്കളുടെ ടിഫിൻ ബോക്സ് ഫില്ല് ചെയ്യാം. ആദ്യം റൈസ് ഇട്ട ശേഷം ഓരോ പീസ് ചിക്കൻ 2 പേർക്കും വെച്ച് കൊടുക്കാം. ഇനി ഒരു ചെറിയ പാക്കറ്റ് ടൊമാറ്റോ സോസും ക്യാരറ്റും ലെമണും കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.